ഇവിടെ നമ്മുടെ നായകന് 30 വയസ്സായിട്ടും കല്യാണം നടക്കാത്തത് കാരണം അവന്റെ അമ്മ വളരെ സങ്കടത്തിലാണ്. എന്നാൽ അവന് കല്യാണം നടക്കാത്തതിന് കാരണം ഒരു പോലീസുകാരനായ അവന് എല്ലാ കാര്യത്തിലും വളരെയധികം ദേഷ്യമാണ്. പെണ്ണ് കാണാൻ പോകുമ്പോൾ വരെ കാർ ഓടിക്കുന്ന ഡ്രൈവറോടും ചെറിയ ചെറിയ കാര്യത്തിന് അവൻ വളരെയധികം ദേഷ്യപ്പെടുന്നു. എന്നാൽ പെണ്ണ് വീട്ടിൽ ചെന്ന് എല്ലാവരും നന്നായി സംസാരിക്കുമ്പോൾ അവൻ മാത്രം മിണ്ടാതിരിക്കുന്നു. അങ്ങനെ പെണ്ണിനെ കണ്ടതും അവളുടെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടവൻ അവളോട് തനിച്ച് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. എന്നാൽ ഒന്നും മറച്ചു വെക്കാതെ അവൻ അവളോട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അവൾ മറ്റൊരാളെ കല്യാണം കഴിച്ച് പോയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവളും അവനോട് എനിക്ക് മറ്റൊരാൾ ഇഷ്ടമാണ്, വീട്ടുകാർ നിർബന്ധിച്ചത് കാരണമാണ് ഞാൻ ഈ പെണ്ണുകാണലിന് ഓക്കെ പറഞ്ഞതെന്നും പറയുന്നു. ഉടനെ വളരെ ദേഷ്യം വന്നവൻ വീട്ടിലേക്ക് ചെന്ന് അവളുടെ വീട്ടുകാരോട് നിങ്ങളുടെ മകൾക്ക് മറ്റൊരാൾ ഇഷ്ടമാണ്, അവനെ തന്നെ അവൾക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും എല്ലാവരും ആ പെൺകുട്ടിയെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കെ അവൾ പെട്ടെന്ന് സത്യം പറഞ്ഞു. കാരണം അവൾ ഇപ്പോൾ അവളുടെ ദേഹത്തു നിന്നും ഒരു മൈക്കെടുത്ത് പുറത്തു കാണിച്ച് അവളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി മണവാളനെ ഒന്ന് പ്രാങ്ക് ചെയ്തതാണെന്ന് പറയുന്നു. ഇത് കേട്ട് അവന്റെ അമ്മക്ക് വരെ സന്തോഷമായെങ്കിലും തന്നെ കളിയാക്കിയത് കാരണം അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി കല്യാണത്തിന് താല്പര്യമില്ലാതെ തിരിച്ചു പോകാൻ നോക്കി. എന്നാൽ നീ കാരണമാണ് അവന് ദേഷ്യം വന്നതെന്ന് പറഞ്ഞ് അവളെ എല്ലാവരും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കെ അവന്റെ അമ്മയുടെ വിഷമവും കണ്ട് അവൻ ആ പെൺകുട്ടിയുടെ അച്ഛനോട് എനിക്ക് കല്യാണത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ നോക്കി നീ എന്നെ പ്രാങ്ക് ചെയ്തത് കാരണം ഞാനും നിന്നെ ഒന്ന് പ്രാങ്ക് ചെയ്തതാണെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെയാക്കി അവൻ ഇപ്പോൾ അവളെ കല്യാണം കഴിച്ചു.